ഇതേപോലുള്ള കുറേ മെസ്സേജസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുള്ളതാണ്. എൻ്റെ ഇത്ര ലക്ഷം പോയി, ഇത്ര എമൗണ്ട് പോയി, എനിക്ക് 2 ദിവസം കൊണ്ട് ഇത്ര എമൗണ്ട് റിട്ടേൺ കിട്ടുമോ, അങ്ങനെയുള്ള കുറേ മെസ്സേജ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ USD GPYയിലാണ് രാവിലെ ട്രേഡ്സ് നോക്കണത്. ആക്ച്വലി ഞാൻ ന്യൂസൊന്നും നോക്കിയിട്ടില്ല, ന്യൂസ് ഇനി നോക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന കുറച്ച് വെബ്സൈറ്റ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ട്രേഡ്സൊക്കെ നോക്കുകയാണ്. ഇനി ഒരാളും കൂടി വരാനുണ്ട്. എന്തായാലും ഞാൻ ന്യൂസൊക്കെ നോക്കട്ടെ. എന്നിട്ട് ഞാൻ ന്യൂസ് ഇന്ന് 26 ആണ്. അപ്പോൾ ഇതിനകത്ത് GBP USDയുടെ CPI ന്യൂസ് ഉണ്ട്. CPI ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസാണ്. പിന്നെ ഒരു GBPയിൽ ഒരു 3 മണി കഴിഞ്ഞിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പം ഇന്ന് വലിയ പ്രശ്നമില്ലാത്ത ട്രേഡ് ഡേയ്സ് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇവൻ ഇവിടെ തന്നെ ഇത് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന്. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 7:50 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. 7:50 ആയപ്പോൾ എണീറ്റിട്ട് ഞാൻ കുറച്ച് ട്രേഡ്സൊക്കെ നോക്കി, ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. പ്ലേസും ചെയ്തിട്ടില്ല, ജസ്റ്റ് നോക്കിയത്. കാരണം എപ്പോഴും ഞാൻ ഈ ഒരു ഏഷ്യൻ സെഷൻ കഴിഞ്ഞിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് മാർക്കറ്റിൽ ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയും നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ പിന്നെ 12:30 PM ഒരു ന്യൂസ് ഉണ്ട് GBPയിൽ. അതും CPIയുടെ ഹൈ ഇമ്പാക്റ്റഡ് ന്യൂസാണ്. അപ്പം നമുക്ക് ആ ടൈമിൽ ഒരു ഡെമോ ട്രേഡ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും. ഒരു CPI ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇമ്പാക്റ്റ് ന്യൂസാണ്. ഹൈ ബൈയും കയറാം, അതേപോലെ തന്നെ സെല്ലും ഇറങ്ങാം. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളാണ്. ശരിക്കും ഇതേപോലുള്ള കുറേ മെസ്സേജസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുള്ളതാണ്. എൻ്റെ ഇത്ര ലക്ഷം പോയി, ഇത്ര എമൗണ്ട് പോയി, എനിക്ക് 2 ദിവസം കൊണ്ട് ഇത്ര എമൗണ്ട് റിട്ടേൺ കിട്ടുമോ, അങ്ങനെയുള്ള കുറേ മെസ്സേജ് കാര്യങ്ങൾ വരും. അപ്പം ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരോട് പറയും, നമുക്കിത് വേഗം ഒറ്റ ദിവസം കൊണ്ട് ഈ പോയ പൈസയാണെങ്കിലും പോകാത്ത പൈസയാണെങ്കിലും ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് ട്രേഡിങ്ങിലൂടെ കിട്ടത്തില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര ബൾക്ക് ഓഫ് എമൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിസിപ്ലിന്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, പ്രോപ്പറായിട്ടൊരു ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരും ഇനി ഇങ്ങനെ ട്രേഡിങ്ങിന് ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണാതിരിക്കുക, പഠിച്ച് പ്രോപ്പറായിട്ടതിന് ശേഷം മാത്രം ചെയ്യും. ന്യൂസ് ട്രേഡ് നമ്മളൊന്ന് ഡെമോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പ്രഡിക്ഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ നോക്കാം. ഡെമോ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ആരുടെ ഫണ്ട് അക്കൗണ്ടോ പേഴ്സണൽ അക്കൗണ്ടിലോ അല്ല നമ്മൾ ട്രേഡ് ചെയ്യണത്. അത് നമുക്ക് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം വോളിയം ഉണ്ട് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് 1 മിനിറ്റ്. എല്ലാവരും ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. ഇവനെന്നാ ഒരു അനക്കവും ഇല്ല. അടിപൊളി വോളിയം എന്ന് പറഞ്ഞാൽ കണ്ടോ, 30 മിനിറ്റിൽ ഒരു ക്യാൻഡിലാണ്. 30 മിനിറ്റിൽ ജസ്റ്റ് ഒരു 1 ക്യാൻഡിലാണ് ഒരു CPI ന്യൂസിലുണ്ടായ വലിയൊരു ഇമ്പാക്റ്റാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ആവുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ ടാർഗറ്റ് ഒരു പെർ ഡേ ചെയ്യുന്ന ടാർഗറ്റ് ഹിറ്റാകണം, TP ഹിറ്റാകണം, അല്ലെങ്കിൽ എൻ്റെ ലോസ് ഹിറ്റാകണം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യാറ്. അന്നത്തെ ദിവസം പിന്നെ അതിൽ കൂടുതൽ ട്രേഡ്സ് ഞാൻ എടുക്കാറില്ല. അങ്ങനെ എനിക്കിന്ന് $27 ലോസ് വന്നതുകൊണ്ട് ഞാൻ ഇന്ന് അധികം ട്രേഡ് എടുക്കുന്നില്ല. നെക്സ്റ്റ് ട്രേഡ്സ് ഇനി നാളെ നോക്കുന്നുള്ളൂ. ചെറിയ ബാക്ക് ടെസ്റ്റ് ഒക്കെ കറൻസിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം.